ഓക്കെ, ഈ വീഡിയോയിൽ നമുക്ക് ട്രിഗ്നോമെട്രിക് വാല്യൂസ് ഉപയോഗിച്ച് ഇവാലുവേറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ അകത്ത് കുറേ നമുക്ക് കുറച്ച് ഫോർമുലാസ് ഉണ്ട്. അപ്പോൾ ഈ സൈൻ 10, സൈൻ 50, സൈൻ 70 ഒന്നും സ്റ്റാൻഡേർഡ് വാല്യൂസ് അല്ല. സ്റ്റാൻഡേർഡ് വാല്യൂസ് ആണെങ്കിൽ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടുമായിരുന്നു. ഇപ്പോൾ പ്രൂവ് ചെയ്യാനാണ് 1/8 എന്ന് ആണെന്ന് കാണിക്കണം. ഇത് ഈ സൈൻ 10ഉം സൈൻ 50ഉം സൈൻ 70ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 1/8 കിട്ടുമെന്ന് കാണിക്കാം. അപ്പോൾ അത് സ്റ്റാൻഡേർഡ് വാല്യൂസ് ലൈക്ക് ഫോർ എക്സാമ്പിൾ സൈൻ 30 ഇൻറ്റു എന്താ പറയണ സൈൻ 30 ഇൻറ്റു കോസ് 60 എന്നാണ് വല്ലതായിരുന്നെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സൈൻ 30യുടെ വാല്യൂ 1/2 ആണ്. ഈ സൈൻ 30യുടെ വാല്യൂ 1/2, കോസ് 60യുടെ വാല്യൂ 1/2 ആണ്. അപ്പോൾ നമുക്കത് 1/8 എന്ന് നമുക്കത് കാണിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമുക്ക് വേറെ ഫോർമുലാസ് കുറച്ച് അറിഞ്ഞിരിക്കണം. അതിലൊരു ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ ഫോർമുല നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചാൽ മാത്രം ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സൈൻ എ സൈൻ ബി എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റിനെ നമ്മൾക്ക് വേറൊരു രീതിയിൽ എഴുതാൻ പറ്റും. അതായത് സൈൻ എ സൈൻ ബി എന്ന് പറഞ്ഞാൽ -1/2 ഓഫ് കോസ് എ പ്ലസ് ബി മൈനസ് കോസ് എ മൈനസ് ബി എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ അതൊരു റിസൾട്ടാണ്. അപ്പോൾ ഈ റിസൾട്ട് നമുക്ക് ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് 3 സൈനിൻ്റെ ആംഗിൾ മൾട്ടിപ്ലൈ ഉണ്ട്. നമ്മുടെ അടുത്തുള്ള ഫോർമുല 2 എണ്ണത്തിൻ്റെയാണ്. അപ്പോൾ നമ്മൾ 2 സൈൻ മാത്രം നോക്കാം. അപ്പോൾ സൈൻ 10 ഡിഗ്രീസ് ഇൻറ്റു മറ്റേ 2 എണ്ണം എന്ന് വെച്ചാൽ സൈൻ 50 ഇൻറ്റു സൈൻ 70. ഇതിനെ സൈൻ എ സൈൻ ബി ആയിട്ട് എടുക്കാം. അപ്പോൾ എന്ത് വരും? ഈ ഫോർമുല അപ്ലൈ ചെയ്താൽ എന്ത് വരും നോക്കാം. സൈൻ എ സൈൻ ബി അല്ല, അപ്പോൾ സൈൻ 50 അപ്പോൾ നല്ലത് എപ്പോഴും വലിയ വാല്യൂ. ഇപ്പോൾ സൈൻ 50 ഇൻറ്റു സൈൻ 70 എന്ന് പറഞ്ഞാലും സൈൻ 70 ഇൻറ്റു സൈൻ 50 എന്ന് പറഞ്ഞാലും സെയിം ആണല്ലോ. മൾട്ടിപ്ലിക്കേഷൻ ഏത് ഓർഡറിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ആദ്യമേ 70 എഴുതാൻ കാര്യം നമ്മളിവിടെ എ മൈനസ് ബി ചെയ്യുമ്പോൾ വലിയ ആംഗിൾ ആദ്യം വന്നില്ലെങ്കിൽ നമുക്ക് നെഗറ്റീവ് വാല്യൂ കിട്ടും. അതുകൊണ്ടാണ്. അപ്പോൾ സൈൻ 70 ഇൻറ്റു സൈൻ 50 നമുക്ക് എങ്ങനെ എഴുതാം? -1/2 ഇൻറ്റു കോസ് ഓഫ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 70 പ്ലസ് 50. 70 പ്ലസ് 50 ചെയ്താൽ നമുക്ക് 120 കിട്ടും. കോസ് 120 ഡിഗ്രീസ് മൈനസ് കോസ് ഓഫ് 70 മൈനസ് 50 എന്ന് പറഞ്ഞാൽ അത് 20 ആണ്. സോ കോസ് 20 ഇങ്ങനെ കിട്ടും. ഇനി നോക്കിക്കോ, -1/2 ഇൻറ്റു കോസ് 120 എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ ട്രിഗ്നോമെട്രി ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് നേരത്തെ അറിയണ ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ കോസ് 120നെ നമുക്ക് കോസ് 90 പ്ലസ് 30 എന്ന് എഴുതാം. മൈനസ് കോസ് 20. പിന്നെ ഈ കോസ് 90 പ്ലസ് 30 എന്ന് പറഞ്ഞാൽ എവിടെയാണത്? കോസ് 90 പ്ലസ് 30 എന്ന് പറഞ്ഞാൽ ASTC വെച്ച് നോക്കുകയാണെങ്കിൽ അത് 90 കഴിഞ്ഞിട്ട് 30. ഇപ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, കോസ് നെഗറ്റീവ് ആണ്. അതുപോലെ ഈ 90യുടെ ഓഡ് മൾട്ടിപ്പിൾസ് ആണെങ്കിൽ കോസ് സൈൻ ആയിട്ട് മാറും. അല്ല, ഈവൻ മൾട്ടിപ്പിൾസ്. ഓഡ് മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1 ഇൻറ്റു 90 പ്ലസ് 30 ആണല്ലോ ഇവിടെ. അപ്പോൾ ഇത് ഓഡാണ്. 1 എന്ന് പറഞ്ഞാൽ ഓഡാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് 1/2 ഇൻറ്റു കോസിന് പകരം സൈൻ ആവും. എന്നിട്ട് സൈൻ 30 ആവും ഇത്. സോ മൈനസ് കോസ് 20. ഇപ്പോൾ ഇവിടെ 2 ഇൻറ്റു 90 പ്ലസ് 30 ആണെങ്കിൽ അത് കോസ് തന്നെ ആയിട്ടിരിക്കും. അത് വേറൊരു റിസൾട്ടാണ്. ആ റിസൾട്ട് ഇവിടെ കുറേ റിസൾട്ട്സിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. നമ്മളിപ്പോൾ മെയിനായിട്ട് ഈ ഫോർമുലയാണ് ഇവിടെ ഈ പ്രോബ്ലത്തിൽ നമ്മൾ യൂസ് ചെയ്യണത്. പക്ഷെ ഇതൊക്കെ പണ്ട് പഠിച്ചിട്ടുള്ള റിസൾട്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ -1/2 ഇൻറ്റു മൈനസ് സൈൻ. അപ്പോൾ ഇത് കോസ് സെക്കൻഡ് ക്വാർട്ടറിൽ നെഗറ്റീവ് ആയതുകൊണ്ട് ഇത് മൈനസ് സൈൻ 30 വരും. -1/2 ഇൻറ്റു മൈനസ് സൈൻ 30 എന്ന് പറഞ്ഞാൽ -1/2 മൈനസ് കോസ് 20 എന്ന് വരും. ഓക്കെ, ഇപ്പോൾ എന്ത് വരും? ഇനിയിപ്പോൾ മൾട്ടിപ്ലൈ ചെയ്താൽ -1/2 ഇൻറ്റു -1/2 എന്ന് പറഞ്ഞാൽ 1/4 ആണ്.
minus 1/2 into minus cos 20, minus minus plus, sorry, plus 1 by 2 cos 20 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് sin 70 sin 50. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു പോവാം. അപ്പോൾ ഇതിനെയാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. നമുക്ക് എന്ത് കിട്ടി? 1/4 പ്ലസ് 1/2 cos 20 എന്ന് കിട്ടി. അപ്പോൾ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? ഓക്കെ, sin 10 ഇൻറ്റു ഇതിൻ്റെ അകത്ത് 1/4 പ്ലസ് 1/2 cos 20 കിട്ടും. ഇനി നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്ലൈ. അപ്പോൾ sin 10 ഇൻറ്റു 1/4 എന്ന് പറഞ്ഞാൽ 1/4 sin 10 പ്ലസ് sin 10 ഇൻറ്റു 1/2 cos 20 എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു sin 10 ഇൻറ്റു cos 20 എന്നാവും. 1/2 ഇൻറ്റു cos 20 ഇവിടെ ഉണ്ട്, നമ്മൾ അതിൻ്റെ കൂടെ sin 10 കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. ഓക്കെ, ഇപ്പം നമുക്ക് കിട്ടിയത് ഇവിടെ നമുക്ക് വേറൊരു റിസൾട്ട് യൂസ് ചെയ്യണം. അപ്പോൾ ഇത് sin A cos B എന്നുള്ള ഫോർമുലയാണ്. അതിന് വേറൊരു റിസൾട്ട്, വേറൊരു ഫോർമുല ഉണ്ട്. അപ്പോൾ ആ ഫോർമുല എല്ലാം നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ റിസൾട്ടും കൂടി നമുക്ക് ഇവിടെ എഴുതാം. എന്ന് വെച്ചാൽ sin A cos B എന്ന് പറഞ്ഞാൽ, ഓക്കെ, ഇവിടെ എഴുതാം. sin A cos B എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ്, ഇതിപ്പോൾ sin A cos B എഴുതിയാൽ എ ചെറിയ ആംഗിൾ ആയിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് cos A sin B എന്ന് എഴുതാം. കാരണം വെച്ചാൽ നമുക്ക് വലിയ ആംഗിൾ ആദ്യം വരണം. അപ്പം നമുക്ക് ഈ sin 10 ഇൻറ്റു cos 20 എന്ന് പറഞ്ഞതും cos 20 ഇൻറ്റു sin 10 എന്ന് പറയുന്നതും സെയിം ആണല്ലോ. അപ്പോൾ നമുക്ക് ഇതിനെ cos A sin B എന്നുള്ള ഫോർമുല എഴുതാം. അപ്പോൾ cos A sin Bയുടെ ഫോർമുല എന്ന് പറയുന്നത് 1/2 ഓഫ് sin A plus B, sin A plus B മൈനസ് sin A minus B എന്നാണ് cos A sin Bയുടെ ഫോർമുല. അപ്പോൾ ഈ cos 20 sin 10 നമ്മൾ ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും നോക്കാം. നമുക്ക് ഓക്കെ, സോ cos 20 sin 10, അപ്പോൾ A10 B, സോറി A20 B, A20യും B10 ആണ്. അപ്പോൾ ഹാഫ് ഓഫ് sin A plus B, sin A plus B എന്ന് പറയുമ്പോഴത്തേക്കും sin of 20 plus 30, അതുകൊണ്ട് sin 30 മൈനസ് sin A minus B എന്ന് പറഞ്ഞാൽ എന്ത് വരും? 20 minus 10, അപ്പോൾ sin 10 വന്നു. ഇനി ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ എന്ത് കിട്ടും? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ മൾട്ടിപ്ലൈ ചെയ്യാൻ എൻ്റെ അർത്ഥം. അപ്പോൾ എന്ത് കിട്ടും? ഹാഫ് ഓഫ് sin 30 എത്രയാണ്? 1/2 ആണ്. സോ ഹാഫ് ഇൻറ്റു ഹാഫ് മൈനസ് ഹാഫ് ഓഫ് sin 10 കിട്ടി. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്തത് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ sin 10 cos 20യുടെ അല്ലെങ്കിൽ cos 20 sin 10ൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 1/4 മൈനസ് 1/2 ഓഫ് sin 10. പക്ഷെ ഇവിടെ ഒരു 1/2 പുറത്തുണ്ടായിരുന്നു. അപ്പോൾ ആ 1/2 ഇനി ഇതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണമല്ലോ. നമുക്ക് സ്ഥലം കുറച്ച് കുറവാണ്, എന്നാലും നമുക്ക് ഇവിടെ എഴുതാം. ഓക്കെ, ഇവിടെ താഴെ തന്നെ എഴുതാം, അല്ലെങ്കിൽ ഇവിടെ എഴുതാം. അപ്പോൾ ഓക്കെ, നമുക്ക് ഇവിടെ എഴുതാം. ഈ ഹാഫ് ഇവിടെ ഓൾറെഡി നേരത്തെ എന്താണ് ഈ ഹാഫ്, അപ്പോൾ ഹാഫ് ഇൻറ്റു ഇപ്പം നമുക്ക് sin 10 cos 20 ഇതാണ് കിട്ടിയത്. sin 10 cos 20 ഇത് എത്രയാണ്? 1/4 മൈനസ് 1/2 sin 10 എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇനി ഹാഫ് ഇതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു 1/4 എന്ത് കിട്ടും? 1/8 മൈനസ് ഹാഫ് ഇൻറ്റു മൈനസ് ഹാഫ് sin 10 എന്ന് പറയുമ്പോഴത്തേക്കും
-1/4 sin 10. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഈ ഫുൾ സാധനം ആണ് ഈ കണ്ടുപിടിച്ചേക്കുന്നത്. ഇനി അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1/4 sin 10 ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു, ഇത് പ്ലസ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച റിസൾട്ട് 1/8 മൈനസ് 1/4 sin 10 ആണ്. അതായത് 1/4 sin 10 മൈനസ് 1/4 sin 10 കട്ടായിട്ട് നമ്മുടെ ആൻസർ 1/8 എന്ന് കിട്ടും. അപ്പോൾ ഇത് ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ കുറച്ചിത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഓർപ്പാട്ടിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ ഈ ഫോർമുല അറിയണം, പിന്നെ നമുക്ക് കോസസ് ഈ ഫോർമുല അറിയണം, പിന്നെ ഈ 120 90 + 13 എഴുതണം, ഓഡ് നമ്പർ ഓഫ് റൊട്ടേഷൻസ് ഓഫ് 90 വന്നത്. ഇതെല്ലാം അറിഞ്ഞാലും മാത്രമേ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ മനസ്സിലായെന്ന് തോന്നുന്നു. ഇതുപോലെയുള്ള പ്രോബ്ലംസ് വന്നാൽ നമ്മൾ ഇതുപോലെയാണ് ഈ ഫോർമുലാസ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്.